മീഡിയസിലേക്ക് സ്വാഗതം. 40-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മമ്മൂട്ടി നായകനായി എത്തിയ കാതൽ ദ കോർ എന്ന സിനിമ. ഇതിനോടകം തന്നെ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 13 കോടിക്ക് മുകളിൽ നേടി 14 കോടിയിലേക്ക് എത്തും. ഫൈനൽ റണ്ണിൽ സിനിമ ഒരു പക്ഷേ 14 കോടിയിലേക്ക് എത്തും. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 19 കോടിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. എന്തായാലും 17.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നിൽക്കുന്നത്. എന്തായാലും സിനിമ ആ റേഞ്ചിലേക്ക് മാറി. അതായത് വമ്പൻ റിലീസുകൾ, വലിയ വിജയങ്ങൾ, എല്ലാ സിനിമകളും അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാതൽ ദ കോർ ഇങ്ങനെ കടന്നു പോകുന്നു. നല്ല ലെവലിലുള്ള ഓക്യുപ്പൻസിയോടെ വളരെ ചുരുക്കം തിയേറ്ററുകളാണ് ഇന്ന് കേരളത്തിൽ ഈ സിനിമ ഓടുന്നതെങ്കിൽ പക്ഷേ ഉള്ള തിയേറ്ററുകളെല്ലാം തന്നെ മികച്ച രീതിയിലാണ് സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നത്. നേരെ എന്ന മോഹൻലാൽ ചിത്രമുണ്ട്, സലാറുണ്ട്, ഡങ്കിയുണ്ട്. ഈ സിനിമകൾക്കൊക്കെ ഇടയിൽ നിന്നിട്ട് ഈ ഒരു സിനിമ ഇങ്ങനെ കുതിച്ചു പായുകയാണ്. അതും 40-ാം ദിവസവും ഹൗസ്ഫുൾ അടിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇതൊരു തരംഗമാവുകയാണ്. ഇത് വേറെ ഒരു നടനും കഴിയാത്ത കാര്യമാണ്. വലിയ റിലീസുകളും ബ്രഹ്മാണ്ഡ റിലീസുകൾക്കും ഒരു റിലീസ് സിനിമ വിജയത്തിലേക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ ഇതേപോലെ 40-ാം ദിവസത്തിൽ ഹൗസ്ഫുള്ളോടെ ഒരു സിനിമ ഓടണമെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ സിനിമയെ ഓടുള്ളൂ, അത് മമ്മൂട്ടിയുടെ സിനിമ തന്നെയായിരിക്കും. കാരണം ജനങ്ങളിൽ മമ്മൂട്ടിക്കുള്ള വിശ്വാസം അത് തന്നെയാണ്. മമ്മൂട്ടി സിനിമകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. തീർച്ചയായും നല്ല സിനിമകളായിരിക്കും മമ്മൂട്ടി സിനിമകൾ എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. പ്രത്യേകിച്ച് 2000-ന് ശേഷമുള്ള മമ്മൂട്ടി സിനിമകൾ കണ്ണും പൂട്ടി ജനങ്ങൾ സ്വീകരിക്കുന്നതാണ്. കാരണം വെറൈറ്റി സിനിമകൾ, വ്യത്യസ്തമായ സിനിമകൾ, വെറുതെ തള്ളിയും ആരാധകരെ വലിച്ചിടുന്ന അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് വിജയിപ്പിക്കുന്ന സിനിമയും അല്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. ജനങ്ങൾ തന്നെ, അതായത് ഫാൻസിനെ മമ്മൂട്ടി പണ്ടേ ഒഴിവാക്കിയിരിക്കുന്നതാണ്. ഫാൻസിന് ഇഷ്ടമുള്ള സിനിമകൾ ഇടയ്ക്ക് അഭിനയിക്കും, അല്ലാണ്ട് ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് ഇറക്കുന്നതല്ല. സാധാരണക്കാർക്ക് വേണ്ടി മാത്രം മമ്മൂട്ടി സിനിമ ചെയ്യുന്നതാണ്. സാധാരണക്കാർക്കെല്ലാം മമ്മൂട്ടിക്ക് അഭിനയിക്കാനുള്ള സിനിമകൾ അദ്ദേഹം വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നു. അതുതന്നെയാണ് മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്നതും. ഓരോ സിനിമകളും വ്യത്യസ്ത മേഖലയിലും വ്യത്യസ്ത രീതികളിലുമുള്ളതാകുമ്പോൾ അത് മലയാളികൾക്കെന്നും ദൃശ്യവിസ്മയം തന്നെയാണ്. ഇവിടെ മമ്മൂട്ടി ആരാധകരല്ല മമ്മൂട്ടി സിനിമ വിജയിപ്പിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സിനിമ ജനങ്ങളാണ്. ഈ 40-ാം ദിവസത്തിൽ ഈ സിനിമയ്ക്ക് ഇത്ര തിരക്കുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിൽ വേറെ ഒരു നടനും ലഭിക്കാത്ത രീതിയിലാണ്. തുടർച്ചയായ 2ാമത്തെ സിനിമയാണ് 50-ാം ദിവസത്തിലേക്ക് തിയേറ്ററുകളിൽ നിറഞ്ഞോടാൻ പോകുന്നത് മമ്മൂട്ടിയുടെ. നമ്മൾ കണ്ടു കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ മമ്മൂട്ടിയുടെ. ഇതിനോടകം തന്നെ ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ 50 ദിവസം നിറഞ്ഞോടി. പിന്നീട് OTT-യിലേക്ക് വരികയും കാതൽ ഇപ്പോൾ 40-ാം ദിവസം പിന്നിടുന്നു. OTT വരുന്നിടം വരെ തീർച്ചയായും തിയേറ്ററുകൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം. അവിടെ മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.